വ്യൂവേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പഠിക്കാനുള്ള ടിപ്സ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നോക്കിയോ, എഫക്റ്റീവ് ടിപ്സ് ഫോർ സ്റ്റഡി. എങ്ങനെ നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും നോക്കാം. എടാ, ആദ്യം ചെയ്യേണ്ടത് ഒന്നുമല്ല, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാത്തിനും ഒരു പ്ലാനിങ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ടാ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പോയി പഠിക്കുക വിചാരിച്ചോ? അവിടെ നിങ്ങൾ പ്ലാനിങ് ഉണ്ടോ? നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഏത് സമയത്ത് പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, എത്ര സമയത്ത് കിടന്നുറങ്ങണം, എത്ര സമയത്ത് ഫുഡ് കഴിക്കണം, ഇതൊക്കെ ഒരു പ്ലാനിങ് ആക്കി എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ പറയാണ് ദിവസം ഒരു 4 മണിക്കൂർ പഠിക്കണം. അതിന് നിങ്ങൾ എന്താ ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കുക. അല്ലാണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പോയി പഠിക്കുന്ന ആ ഒരു പരിപാടി നിർത്തിക്കളയുക. എന്താ പ്ലാനിങ് ആക്കുക. അതായത് ഇന്ന സമയത്ത് പഠിക്കണം, ഇത്ര മണിക്കൂർ പഠിക്കണം എന്നൊക്കെ എന്താ ജസ്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക ആദ്യം. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഫൈൻഡ് യുവർ ഓൺ സ്റ്റൈൽ. എടാ, ഓരോരുത്തർക്കും പഠിക്കുന്നതിന് പ്രത്യേകിച്ച് ഓരോരോ സ്റ്റൈലൊക്കെ ഉണ്ടാവും അല്ലേ? ചിലർക്ക് എന്താണ് ഭയങ്കര ഒച്ച വെച്ചിങ്ങനെ ഫുൾ വോളിയത്തിൽ പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ ചിലർക്ക് മനസ്സിൽ വായിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് എഴുതി പഠിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് എന്താണ് മ്യൂസിക്കൊക്കെ ഇട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് എന്താ കൂട്ടം, അതായത് ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അവർക്കെന്താ അവരുടേതായ ഓരോരുത്തർക്കും ഓരോരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അതുപോലെ എന്താണ് ഫൈൻഡ് യുവർ ഓൺ സ്റ്റൈൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശൈലി, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ, പഠിക്കാൻ എങ്ങനെയാണോ കംഫർട്ടബിൾ, ആ ഒരു സ്റ്റൈല് നിങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് വേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ മക്കളെ, ഷോർട്ട് നോട്ട്. നമ്മൾ എന്താണോ പഠിക്കുന്നത്, നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ സോഷ്യലിനെ സംബന്ധിച്ച് എന്താ, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ? അത് ആദ്യം എന്ന് വെച്ചാൽ എസ്സേ പോലെ ഇങ്ങനെ എഴുതി പഠിക്കല്ലേ വേണ്ടത്. ആ ഒരു ടോപ്പിക്കിൽ എന്താണോ മെയിനായിട്ട് പഠിക്കാനുള്ളത് അത് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടാക്കി എഴുതി നോക്ക്. ആ ഒരു ഷോർട്ട് നോട്ട് വെച്ച് പഠിച്ചു നോക്കൂ. ഇപ്പോൾ ഈ എക്സാമിൻ്റെ തലേന്ന് എന്താ നിങ്ങൾ ഓരോ ഭാഗം പഠിച്ചു കഴിയുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിക്കുക. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുന്നത്, ആ എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാരണം അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ആ ഒരു ഭാഗത്ത് ഇതാണ് പറഞ്ഞത്, ഈ ഒരു സംഭവമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ? ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുക. രണ്ടാമത്തെ എന്താ, നിങ്ങളതായ സ്റ്റൈലിൽ പഠിക്കുക. ദെൻ ഷോർട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഈ ഷോർട്ട് നോട്ട് ആയിരിക്കും നമ്മൾ എക്സാമിൻ്റെ തലേന്നൊക്കെ തുറന്നു നോക്കുക. അപ്പോൾ ഓരോന്നിലും ഓരോ കീ പോയിൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ എഴുതി വെച്ചാൽ ആ ഒരു ചാപ്റ്ററിൽ ഇതാണ് പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഇതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു മൈൻഡിൽ നമുക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ക്ലാസ്സുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.